ചിപ്പ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഹൈ റിസ്ക് ഇൻഡിക്കേറ്റഡ് പ്രൊസീജിയർ. ആൻജിയോഗ്രാം ചെയ്യുന്ന രോഗികൾക്ക് ചിലപ്പോൾ ഹൃദയധമനികളിൽ കാൽഷ്യം അടിഞ്ഞിട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ടാകാം, മൾട്ടിപ്പിൾ രക്തക്കുഴലുകളിൽ ബ്ലോക്കുകൾ ഉണ്ടാവാം, ലെഫ്റ്റ് മെയിൻ രക്തക്കുഴലുകളിൽ ബ്ലോക്കുകൾ ഉണ്ടാകാം. ഇങ്ങനെയുള്ള രോഗികൾക്ക് സാധാരണഗതിയിൽ ബൈപ്പാസ് സർജറിയാണ് നിർദ്ദേശിക്കാറ്. എന്നാൽ ചില രോഗികൾക്ക് പ്രായ കൂടുതൽ കൊണ്ട് ഹൃദയത്തിൻ്റെ പമ്പിംഗ് ഫംഗ്ഷൻ കുറവായതിനാൽ ഹൃദയത്തിൻ്റെ മസിലുകൾ വീക്കായിരിക്കുന്ന പേഷ്യൻസിന്, അതുപോലെ മറ്റുള്ള അസുഖങ്ങൾ COPD, ശ്വാസമുട്ടൽ, കിഡ്നിയുടെ അസുഖം, അങ്ങനെ മറ്റുള്ള അസുഖങ്ങളുള്ള രോഗികൾക്ക് ചിലപ്പോൾ ബൈപ്പാസ് സർജറി പറ്റാതെ വന്നേക്കാം. അങ്ങനെയുള്ള രോഗികൾക്കാണ് ചിപ്പ് പ്രൊസീജിയർ ചെയ്യേണ്ടി വരുന്നത്. ഈ പ്രൊസീജിയർ നമ്മളെ സഹായിക്കാൻ ചില രോഗികൾക്ക് മെക്കാനിക്കൽ സർക്കുലേറ്ററി സപ്പോർട്ട് ആവശ്യം വരും. അങ്ങനെയുള്ള രോഗികൾക്ക് ECMO, IABP മുതലായ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ചില രോഗികൾക്ക് കാൽഷ്യം അടിഞ്ഞിട്ടുള്ള രക്തക്കുഴലുകളിൽ കാൽഷ്യം റിമൂവ് ചെയ്യുന്നതിന് സ്പെഷ്യൽ ടൂൾസ് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ടൂളാണ് റോട്ടാബ്ലേറ്റർ എന്ന് പറയുന്നത്. ഇത് ഒരു 1.5 മില്ലിമീറ്റർ സൈസുള്ള ചെറിയൊരു ഡയമണ്ട് ബർ ആണ്. ഇത് ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ കൂടി പോകുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഹൃദയത്തിലെ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന കാൽഷ്യം ഈ ഡയമണ്ട് ബർ ഹൈ വെലോസിറ്റിയിൽ അറൗണ്ട് 1,50,000, 1,80,000 റൊട്ടേഷൻ പെർ മിനിറ്റ്, അത്ര സ്പീഡിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുക. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കാൽഷ്യം, ഹൃദയത്തിലുള്ള ധമനികളിലുള്ള കാൽഷ്യത്തെ അലിയിച്ച് കളയുന്ന ഒരു ഡിവൈസാണ് റോട്ടാബ്ലേറ്റർ ഡിവൈസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാൽഷ്യം മോഡിഫൈ ചെയ്യുന്ന ഡിവൈസുകൾ ഉപയോഗിക്കുക. പിന്നെ സ്പെഷ്യൽ ഗൈഡ് വയറുകൾ, സ്പെഷ്യൽ കത്തീറ്ററുകൾ എന്നിവ ഉപയോഗിക്കേണ്ടി വരിക. ഇതൊക്കെയാണ് ചിപ്പ് പ്രൊസീജിയറിൻ്റെ പ്രത്യേകത. ചിപ്പ് പ്രൊസീജിയർ വഴി നമുക്ക് വിജയകരമായി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ രോഗിക്ക് ഒരു സർജറി ഒഴിവാക്കാൻ സാധിക്കും. കുറച്ചു കാലം കൊണ്ട് തന്നെ ഹോസ്പിറ്റൽ സ്റ്റേ കൊണ്ട് തന്നെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി പോകാൻ പറ്റും. പെട്ടെന്ന് രോഗിക്ക് റിക്കവർ ചെയ്യാൻ പറ്റും.